Hey guys, welcome back to channel. This is Lore Capsule. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG രജിസ്ട്രേഷൻ 2025 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് PG CAP 2025 അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി കിട്ടും. അതിൽ നമുക്ക് അറിയുന്നത് 13th വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. അത് ഇപ്പം 19th വരെ ആയിട്ടുണ്ട്. സോ 19th വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് പഴയ ഡേറ്റ് ആണുള്ളത്. ബട്ട് അതിൽ ജനറൽ കാറ്റഗറിക്ക് എത്ര പൈസയാണ് നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യം, SC STന് എത്രയാണ്, അതിൻ്റെ മാൻഡേറ്ററി ഫീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി, അതായത് ഓരോ കോഴ്സിന് ഏതേത് കോഴ്സാണ് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു PDF കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എലിജിബിലിറ്റി ആൻഡ് ദെൻ ദ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി അപ്ലൈ നൗ എന്നൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തേക്കുന്നത് ആ നമ്പറിലോട്ട് OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ എൻ്റർ ചെയ്ത ശേഷം നമ്മുടെ അതേ ഫോണിലോട്ട് CAP ID-യും അതിൻ്റെ സെക്യൂരിറ്റി കോഡും വരും. ആൻഡ് ദെൻ ആ ഒരു CAP ID ആൻഡ് സെക്യൂരിറ്റി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരും. അതിൽ നെയിമും ഇമെയിൽ ID-യും ഫോൺ നമ്പറും ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിക്കോളും. നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. ലൈക്ക് ജെൻഡർ, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, APAAR ID ഉള്ളവർക്ക് ടൈപ്പ് ചെയ്യാം, ഇല്ലാത്തവർക്ക് നോട്ട് ആൻ ഇഷ്യൂ. ഒരു 12 ഡിജിറ്റ് ആയിരിക്കും അല്ല ടോട്ടലി ഉണ്ടാവുക. നെക്സ്റ്റ് പാരൻസിൻ്റെ നെയിം, മൊബൈൽ നമ്പർ, ഏതാണ് റിലീജിയൻ, നെക്സ്റ്റ് ഏതാ റിസർവ് കാറ്റഗറി, കാസ്റ്റ്, അതുപോലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മീൻസ് എല്ലാ കാര്യങ്ങളും പിൻകോഡൊന്നും എല്ലാം ടൈപ്പ് ചെയ്യേണ്ട. കാരണം താഴെ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് പിൻകോഡ് വരും. സോ വേണ്ടത് മാത്രം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് NCC, NSS, അതുപോലെ സ്പോർട്സ് കോട്ട ആണെങ്കിൽ S കൊടുക്കണം. ആൻഡ് ദെൻ നമ്മൾ ഏത് കോളേജസിലാണോ കൊടുക്കുന്നത് ആ കോളേജസിനെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജസിൽ എത്തിപ്പിക്കുക, മീൻസ് കൊറിയർ ആണോ ഇല്ല നേരിട്ട് വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. സ്പോർട്സ് കോട്ട കൊടുക്കുമ്പോൾ ഏതേത് കാര്യങ്ങളാണ് എലിജിബിൾ ആയിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളും അവർ തന്നെ കാണിച്ചു തരും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇതിനെ നല്ലോണം റീടേക്ക് ചെയ്ത ശേഷം സേവ് കൊടുത്ത ശേഷം സെക്കൻഡ് വിൻഡോ ഈസ് ഓപ്പൺ ആകും. സോ അതിൽ വെയിറ്റേജ് ആണ്, ലൈക്ക് NCCയിൽ ഏതൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആണോ ഉള്ളത്, A ആണോ C ആണോ B, അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. തമിഴ് മൈനോറിറ്റി അങ്ങനത്തെ കാര്യങ്ങളാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടാവുക. സോ അത് ഫിൽ ചെയ്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക കഴിഞ്ഞാൽ തേർഡ് വിൻഡോ ഓപ്പൺ ആകും. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. സോ ഫോട്ടോ അപ്ലോഡിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് JPG ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 60 KB-നെക്കാട്ടിലും കുറവായിരിക്കണം. നമ്മുടെ ഫോട്ടോ 60 KB-നെക്കാളും കൂടുതലാണെങ്കിൽ അപ്ലോഡ് ആവില്ല. സോ KB കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ വെബ്സൈറ്റിൽ അതായത് കൺവേർട്ട് ഫോട്ടോ ടു ലെസ് KB എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലിങ്ക്സ് ഓപ്പൺ ആകും. അതിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് KB കുറച്ച ശേഷം മാത്രം ഇതിൽ അപ്ലോഡ് ആക്കുക. ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം ആ അപ്ലോഡ് ചെയ്ത് താഴെ ഒരു സ്ലൈഡിങ് ഓപ്ഷൻ ഉണ്ടാകും. അതായത് ആ ഫോട്ടോനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് അതിനെ സേവ് ചെയ്ത ശേഷം ആൻഡ് ദെൻ ഫോർത്ത് സ്റ്റെപ്പിലോട്ട് പോകും, ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്. ആ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിലും നിങ്ങൾ BScയിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്, ഏത് ഡിഗ്രിയാണ്, ഏത് സ്കീമിലാണ് പഠിച്ചത്, ആൻഡ് ദെൻ ആ UG സ്കീം എന്നുള്ളൊരു ഓപ്ഷൻ എല്ലാവർക്കും ചിലപ്പോൾ ഡൗട്ട് വരാം. ദാറ്റ് ഇസ് CSS ആണോ CCSS ആണോ, ആ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നമ്മൾ സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുമ്പോൾ കിട്ടുന്ന ഹോൾ ടിക്കറ്റിൽ അതിൻ്റെ മേളിലുണ്ടാകും. സോ ഹോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഏത് കോളേജിലാണോ നിങ്ങൾ പഠിച്ച ആ ഒരു കോളേജിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാലും മതി. UGയുടെ രജിസ്റ്റർ നമ്പർ, ഏത് ഇയറിലാണ് പാസ്സായ, ആൻഡ് ദെൻ BSc പഠിച്ചത് മാർക്ക് സിസ്റ്റം ആണോ ഗ്രേഡ് സിസ്റ്റം ആണോ, അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുക. ദെൻ റീചെക്ക് ചെയ്ത ശേഷം സേവ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മാർക്ക് ഡീറ്റെയിൽസ്. ഏതേത്
സബ്ജക്റ്റിൽ എത്ര മാർക്കാണ്, എത്ര CGP ആണ്, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഈ കാര്യങ്ങൾ നമ്മൾ റിസൾട്ട് മീൻസ് കോപ്പി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ PDF ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ട് എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബോക്സ് ഇസ് ഒപ്റ്റെയിൻ, സെക്കൻഡ് വൺ മാക്സിമം ആൻഡ് ദെൻ പെർസെൻറ്റേജ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ BSc കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണെങ്കിൽ മാക്സിമം 10 വെച്ചിട്ട് ഒപ്റ്റെയിൻ നമ്മുടെ ഒരു റിസൾട്ടിൽ ഏറ്റവും ലാസ്റ്റ് CGP ഉണ്ടാവും, ഒരു 10 മാർക്ക്. ആ മാർക്ക് എന്നോട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാണ്ട് വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്ക് മാക്സിമം മാർക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി അവിടെ ഓപ്ഷനും ഉണ്ട്. 10 അല്ല, നമുക്ക് 100 എത്ര വേണമെങ്കിലും നമ്മൾ മാക്സിമം ആക്കിയിട്ട് അതിന് എത്രയാണോ കിട്ടിയ ആ മാർക്ക് ഒപ്റ്റെയിനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ തേർഡ് ബോക്സ് ഇസ് പെർസെൻറ്റേജ്. എത്രയാണോ പെർസെൻറ്റേജ് അത് ആ ഒരു സബ്ജക്റ്റിന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം മാർക്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് റീചെക്ക് ചെയ്ത ശേഷം സേവ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കോളേജ് ഡീറ്റെയിൽസിൽ മാക്സിമം നമുക്കൊരു 15 or 16 കോളേജസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. സോ പ്രയോറിറ്റി വൈസ് നമുക്ക് ആദ്യം ഏത് കോളേജാണോ നമ്മൾ പ്രിഫർ ചെയ്യണത് ആ കോളേജ് കൊടുക്കുക. ആൻഡ് ദെൻ ഏത് കോഴ്സാണോ അത് ആ ഒരു കോഴ്സ് എന്നുള്ളൊരു ബോക്സിൽ ടൈപ്പ് ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര കോളേജസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, മാക്സിമം 15 or 16. കോളേജ് ഡീറ്റെയിൽസ് ആ ഒരു കാറ്റഗറി കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്ലിക്കേഷൻ പ്രിവ്യൂ. അതായത് നമ്മൾ ആദ്യം തൊട്ട് ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു PDF പോലെ കിട്ടും. അതിൽ നല്ലോണം റീചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അപ്പം എഡിറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പ്രിവ്യൂ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഓക്കെ സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റിലോട്ട് പോവാം. സോ ബിഫോർ ദാറ്റ് about our channel's lore capsule, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആവുന്ന ഒരു ചാനലാണ് വാട്സപ്പ് ചാനൽ. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഓൺലൈൻ SBI ആൻഡ് സെക്കൻഡ് വൺ UPI ക്രെഡിറ്റ്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചാണ് പേ ചെയ്യുക. ദെൻ തേർഡ് വൺ അക്ഷയ ആൻഡ് ഫോർത്ത് വൺ പോസ്റ്റ് ഓഫീസ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മെയിൻലി സിമ്പിൾ വേ എന്ന് പറയുന്നത് UPI യൂസ് ചെയ്താണ്. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് QR കോഡ് വേണമെങ്കിൽ QR കോഡ് യൂസ് ചെയ്യാം. അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഏറ്റവും ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ ഡെബിറ്റ് കാർഡ്, SBI കോർപ്പറേറ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ആൻഡ് UPI ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗൂഗിൾ പേയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 4ാമത്തെ UPI ഗൂഗിൾ പേ ഒരു സിമ്പിളൊക്കെ ഇട്ടിട്ടുണ്ടാകും. ആ ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ അതിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. പ്ലീസ് സെലക്ട് UPI പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 2 ഓപ്ഷനിൽ UPI ID യൂസ് ചെയ്തിട്ടാണോ QR കോഡ് യൂസ് ചെയ്തിട്ടാണോ ആണെങ്കിൽ UPI ID ആണെങ്കിൽ എൻ്റർ ചെയ്തിട്ട് അവിടെ ഒരു UPI തരും, അതിനെ കോപ്പി ചെയ്ത് പേ ചെയ്യുക. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് UPI QR കോഡ്. QR കോഡ് അവർ തരും, ഒരു 4 minutes ടൈം തരും, അതിനുള്ളിൽ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് അങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആവും. ആൻഡ് പേ ചെയ്ത ശേഷം നമുക്ക് അവിടെ ഒരു ഡോക്യുമെൻറ്റ്സ് കിട്ടും, എഡിറ്റ് ചെയ്യാൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ആക്കി തരും. അതിൽ ഏറ്റവും ലാസ്റ്റിൽ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതിനെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. അഡ്മിഷൻ്റെ സമയത്ത് ഇത് യൂസ് ചെയ്യേണ്ടി വരും. സോ എങ്ങനെയാണ് PG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അവർ ചാനൽ ലോർ ക്യാപ്സ്യൂൾ വാട്സപ്പ് ചാനലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്ന ഒരു ചാനലാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.